വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, ഈ ലോകത്ത് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഇണയെയും തുണയെയും അല്ലാഹു പഠിച്ചിട്ടുണ്ട്. കടലിന് കര പോലെ, ഭൂമിക്ക് സൂര്യന് ഭൂമി പോലെ, അങ്ങനെ എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതിനെല്ലാം ഇണതുണകളെ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇണതുണകളെ അള്ളാഹു പഠിച്ചത്? തൊട്ടപ്പുറത്ത് അള്ളാഹു താല പറഞ്ഞു, മനുഷ്യ സമൂഹത്തിന് ഇണതുണകളെ പഠിച്ചത് നിങ്ങൾക്ക് ഈ ലോകത്ത് മനസ്സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. എത്ര വലിയ സന്തോഷങ്ങളായ കാര്യങ്ങൾ നമ്മിലേക്ക് വന്നാലും അത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി നമുക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനം വേണം. പരിശുദ്ധമായ ഖുർആനിൽ ഒരു വാക്യമാണത്. നിങ്ങൾക്ക് സന്തോഷിക്കുവാനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ദാമ്പത്തിക ജീവിതം നിങ്ങൾക്ക് നാം ഹലാലാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതുപോലെ ഇത് ഒരു ഉടമ്പടി കരാറാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു ഇബാദത്താണ്, ആരാധനയാണ്. നിസ്കാരം ആരാധനയാണ്, ഹജ്ജ് ആരാധനയാണ്, നോമ്പ് ആരാധനയാണ്. അതുപോലെ തന്നെയുള്ള ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ആരാധനയാണ് കുടുംബജീവിതം എന്നുള്ളത്. അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും കൊണ്ട് നൽകുന്ന ഒരു ആരാധനയാണ് ദാമ്പത്തിക ജീവിതം, വൈവാഹിക ജീവിതം എന്നുള്ളത്. കൂടുതലായി ഒന്നും പറയുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ അവിടത്തെ പുന്നാര പൂമോളായ ഫാത്തിമത്ത് ബിന്ത് സുഹറ റളിയല്ലാഹു അൻഹയെ അവിടത്തെ അലിയാര് തങ്ങൾക്ക് കൈപിടിച്ചു കൊടുക്കുന്ന സമയത്ത് പുന്നാര പൂമകളായ ഫാത്തിമ ബീവിയോട് പറഞ്ഞു കൊടുത്ത 14ഓളം ഉപദേശങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും അടിവരയിട്ടുകൊണ്ട് ചരിത്ര ഗ്രന്ഥകാരന്മാരെല്ലാം പരിചയപ്പെടുത്തിയ ഒരൊറ്റ ഉപദേശമാണ് പ്രിയപ്പെട്ട ഷിയാ സാഹിബിനും അതേപോലെ ദർഫയ്ക്കും നൽകുവാനുള്ളത്. ഇന്നലെ വരെ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളല്ല ഇന്ന് ഈ സമയം മുതൽ അവിടുത്തെ വില്ലുപ്പ ഷിയാസിലേക്ക് മുഹന്ദിരായ ഖാലി സഖാഫിയിലൂടെ ഖബിൽതു നിക്കാഹഹ എന്ന് പറഞ്ഞ് ഷിയാസ് സാഹിബ് സ്വീകരിക്കുന്നതിലൂടെ ഇന്നലെ വരെ കണ്ട സ്വപ്നങ്ങളും ജീവിതങ്ങളുമല്ല ഇനി അങ്ങോട്ട് കടന്നു വരാനുള്ളത്. നിങ്ങളുടെ സന്തോഷത്തിലാകട്ടെ ദുഃഖത്തിലാകട്ടെ എന്തിലും എല്ലാത്തിലും ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാൻ ഈ സമയം മുതൽ നിങ്ങളിലേക്ക് ഒരു പങ്കാളി കടന്നു വരികയാണ്. ഇത് തന്നെയാണ് ദർഫയ്ക്കും നൽകാനുള്ള ഉപദേശം. ഇന്നലെ വരെ മോള് കണ്ട സന്തോഷങ്ങളും ജീവിതങ്ങളും ഒറ്റക്കായിരുന്നെങ്കിൽ ഇനി കാണാനുള്ള സ്വപ്നങ്ങളും താണ്ടാനുള്ള വഴി ദൂരങ്ങളുമെല്ലാം ഷിയാസ് കരീം എന്ന് പറയുന്ന ഈ മഹൽ വ്യക്തിത്വത്തിലൂടെ എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്നുള്ള ഉപദേശം പറഞ്ഞുകൊണ്ട് നിക്കാഹിന്റെ സദസ്സിലേക്ക് കടക്കുകയാണ്. നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാക്ഷികൾക്ക് നിക്കാഹിന് ഒരുമിച്ച് കൂടുന്നവർക്കുള്ള ഏറ്റവും വലിയ ഒരു കാര്യം ഇവിടെ നിക്കാഹ് കഴിഞ്ഞാൽ അവർക്കുള്ള പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് സദസ്സിൽ ദുആ രക്കുമ്പോൾ അൽബാരിക് ലനാ, നിങ്ങളുടെ ഭാര്യ ദാമ്പത്തിക ജീവിതത്തിലേക്ക് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വആഫിയ വലുതുഫിൻ വആഫിയ എന്നുള്ള ദുആയാണ് നമുക്ക് ഇവർക്ക് നൽകാനുള്ളത്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. സാക്ഷികൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഈ സദസ്സ് കഴിയുന്നതുവരെ നിശബ്ദത പാലിച്ചുകൊണ്ട് മനസ്സും കൊണ്ടുകൊണ്ടെല്ലാം ഈ സദസ്സിന് സാക്ഷികളാകണമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.